പേടിക്കണ്ട. ഈ വൃത്തിയാക്കലിന്റെ ഭാഗമായി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സാധനമാണ് ഈ ഡാൻസും കൂട്ടും. ദേ കിടക്കുന്നതാ എന്റെ അന്യമായി പോയ പുൽക്കൂട്. പുൽക്കൂടില്ല, മണലും കുരിയില്ല, എന്തേലും ആവട്ടെ. എന്തായാലും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ഇളക്കി മാറ്റിയത് ഈ റീത്ത. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇതുണ്ടാക്കിയപ്പോൾ എന്റെ അപ്പം പറഞ്ഞ ഡയലോഗ്. ഐ ശരി, സാരില്ല, എന്റെ അപ്പൻ്റെ ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തേലും ഒഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. ദീ ഒടിഞ്ഞു പോയി. ഇനി ഞാനല്ലേ വിളിച്ചിട്ടാ. അത് കുറെ ദിവസം കൊണ്ട് എന്റെ അപ്പൻ എടുത്തോണ്ട് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നെങ്കിലും എടുത്ത് മാറ്റിയല്ലോ. രാവിലെ നീറ്റ് ക്ലീനിങ് ഒക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എനിക്കപ്പോൾ ചെറുതായിട്ട് ഉച്ചയായിപ്പോയി. എന്ത് ചെയ്യാനാ? എന്തായാലും നമ്മൾ വൃത്തിയാക്കാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ വീടാണെങ്കിൽ ഈ റോഡിന്റെ സൈഡിലാണ് ഭയങ്കര പൊടിയായിരിക്കും. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വീണ്ടും പൊടി വന്നുകൊണ്ടേയിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. അപ്പം ഒന്നും ചെയ്തിരിക്കണമെന്നല്ല, ഇടയ്ക്കൊക്കെ വൃത്തിയാക്കിക്കോ. ഈ വൃത്തിയാക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ പാട്ടിടുന്നതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നമ്മൾ വൃത്തിയാക്കില്ല. അത് മനസ്സിലാക്കിയ ഞാൻ അവസാനം ഈ ഡാൻസും പാട്ടൊക്കെ ഒന്ന് സൈഡാക്കി വെച്ചിട്ട് പെട്ടെന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. കാരണം നമുക്ക് വൈകിട്ട് പള്ളി പോകണം. നമ്മുടെ ന്യൂ ഇയർ പൊതുവെ തുടങ്ങുന്നത് പള്ളിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ വൈകിട്ടേ പള്ളി പോകണം. അതുകൊണ്ട് ഞാനോടൊന്നും വൃത്തിയാവാന്ന് വിചാരിച്ചു. വീട് മാത്രം വൃത്തിയായിട്ട് കാര്യമില്ലല്ലോ. അതിന് മുന്നേ ഇച്ചിരിയൊക്കെ എനർജി വേണ്ടേ? എനർജിക്ക് വേണ്ടി നമ്മൾ എന്ത് കുടിക്കും? ചായ കുടിക്കും. അങ്ങനെ ചായ കുടിച്ച് തൽക്കാലം റെസ്റ്റ് എടുക്കണം.